പേർക്കായി ജീവൻ വെടിഞ്ഞ നിന്റെ സ്വന്തം ഞാനിനി. അന്തരംഗേമാം വാഴുക നീയേ സന്തതം യേശുനായക. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തുത്തരം പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. പുറപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മോശ യഹോവയോട്, കർത്താവേ, മുൻപേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? അല്ല, ഊമിനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടിയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ലൂക്കോസ് 14 കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. അതിൽ ഒരു രാജാവ് നടത്തുന്ന വിവാഹ വിരുന്നിന് പങ്കെടുക്കുവാൻ സാധിക്കാത്ത ക്ഷണിതാക്കൾ പറയുന്ന കാരണങ്ങളാണ്. വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അടുത്തയിടെ വാങ്ങിയൊരു വസ്തുവുണ്ട്, പുതിയ ഒരു ജോഡി കാളയുണ്ട് എന്നിങ്ങനെ. ഇവർ പറയുന്ന മറുപടിയുടെ പൊതു സ്വഭാവം എന്താണ്? അവ ഓരോന്നും അവർ കല്യാണ വിരുന്ന് ഒഴിവാക്കുവാൻ പറയുന്ന ഒഴിവഴിവുകൾ മാത്രമാണ്. ഇപ്രകാരമുള്ള ഒഴിവഴിവുകൾ എല്ലാം തന്നെ അസ്ഥാനത്തായ മുൻഗണനകളെയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളെ സ്വീകരിക്കുവാനുള്ള വൈമനസ്യത്തെയോ ആകുന്നു വെളിപ്പെടുത്തുന്നത്. ഒഴികഴിവുകളെ പ്രധാന പ്രമേയമാക്കുന്ന ഒരു സംഭവകഥയാണ് പുറപ്പാട് 3-ൽ നിന്നും നാം വായിച്ചു കേട്ടത്. ഈ അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് അഭിമുഖമായ ഒരു എരിയുന്ന മുൾപ്പടർപ്പിൽ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന രംഗം നാം കാണുന്നു. ഇവിടെ ദൈവം തന്നെ മോശയ്ക്ക് പരിചയപ്പെടുത്തുന്നത് അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി അനന്യനായ ദൈവം എന്ന നിലയിലാണ്. ദൈവത്തിൻ്റെ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാനുള്ള നിയോഗം കൊടുത്തുകൊണ്ട് ദൈവം മോശയെ വിളിക്കുന്നു. എന്നാൽ മോശെ തൻ്റെ വിമുഖതയും ഭയവും മറയ്ക്കുവാൻ പല ഒഴികഴിവുകളാണ് ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുന്നത്.
ദൈവം കൊടുത്ത ഈ ദൗത്യം മോശയുടെ ജീവിതത്തിൽ പലവിധ ആശങ്കകൾ ഉയർത്തി. ആ വിളി ഏറ്റെടുക്കുവാൻ അവൻ അങ്ങേയറ്റം മടിച്ചു. തൻ്റെ അരക്ഷിതാബോധവും സംശയങ്ങളും വൈമനസ്യവും താൻ ദൈവത്തോട് ഉയർത്തിയ എതിർപ്പുകളിൽ പ്രതിഫലിച്ചു. എന്നാൽ മോശയുടെ ഓരോ എതിർപ്പിനും ദൈവം നൽകിയ ഒരേ ഒരു മറുപടി ഇതായിരുന്നു: ഞാൻ നിന്നോടുകൂടെയുണ്ട്. മോശ തൻ്റെ സ്വന്തം ദൗർബല്യത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ ദൈവത്തിൻ്റെ അപാരമായ പര്യാപ്തതയിൽ നിലകൊള്ളണം എന്നതായിരുന്നു അവനെക്കുറിച്ചുള്ള ദൈവഹിതം. മോശ ആദ്യമായി തൻ്റെ അയോഗ്യതയും നിസ്സാരതയുമാണ് ഒഴിവഴിവായി പറഞ്ഞത്. ഫറവോന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ ആർ എന്ന ചോദ്യം അവനുയർത്തി. 40 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജനത്തിൽപ്പെട്ട ഒരു എബ്രായ അടിമയെ സംരക്ഷിക്കുന്ന ദൗത്യത്തിനിടയിൽ അവൻ ഒരു മിസ്രൈമ്യനെ കൊലപ്പെടുത്തിയിരുന്നു. ആരും അറിയുകയില്ല എന്ന് വിചാരിച്ച് അയാളെ മണലിൽ മറവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം 2 എബ്രായർ തമ്മിലുണ്ടായ കലഹം പരിഹരിക്കുവാനുള്ള മോശയുടെ ശ്രമത്തെ ആ എബ്രായർ പരസ്യമായി നിരസിച്ചു. നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ, മിസ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന ചോദ്യത്തിനു മുൻപിൽ അവന് ഉത്തരമില്ലായിരുന്നു. മിസ്രൈമിന്റെ കൊലപാതകം പരസ്യമായെന്ന് മോശ മനസ്സിലാക്കിയപ്പോൾ അവൻ ഫറവോന്റെ ക്രോധം ഭയന്ന് മിസ്രൈമിൽ നിന്നും നാടുവിട്ടു. പിന്നീടുള്ള 40 വർഷം അവൻ മിദ്യാൻ മരുഭൂമിയിൽ ഒരാട്ടിടനായി ജീവിക്കേണ്ടി വന്നു. ഈ സമയത്ത് അവൻ മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ നിന്നും തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകളുടെ നേർക്കാഴ്ചകളിൽ നിന്നും ഒരുപോലെ അകലെയായിരുന്നു. തൻ്റെ സ്വന്തം കാഴ്ചയിൽ അവൻ നിസ്സാരനായിരുന്നു. എന്തെങ്കിലും അധികാരമോ പദവിയോ അവനുണ്ടായിരുന്നില്ല. എന്നാൽ മോശയുമായി ദൈവം ഇടപെടുമ്പോൾ ദൈവം മോശയുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തുവാനല്ല ശ്രമിച്ചത്, മറിച്ച് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തം മാത്രമായിരുന്നു ദൈവം അവന് നൽകുന്ന പ്രചോദനം. മോശയുടെ യോഗ്യതകളോ കഴിവുകളോ മുൻകാല വിജയങ്ങളോ അടിസ്ഥാനമാക്കിയല്ല ദൈവം അവനെ വിളിച്ചത്. മോശയുടെ അധികാരതലം അവൻ ആരായിരുന്നു എന്നതിൽ നിന്നല്ല, പ്രത്യുത ദൈവം ആരാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവൻ്റെ അധികാരം ദൈവത്തിൻ്റെ പ്രാപ്തിയിൽ ഊന്നിയ ദൈവവിളിയിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു. ദൈവവിളിയോട് വീണ്ടും വെണ്ണം പ്രതികരിക്കുവാൻ കഴിയാതെ നാം നിസ്സാരരോ അപര്യാപ്തരോ ആണെന്നുള്ള നിഗമനം എടുക്കുമ്പോൾ നമ്മുടെ വീക്ഷണം ശരിയായ ദിശയിലല്ല. നമ്മെ വിളിച്ചവനും നമ്മോടുകൂടെ ഇരിക്കുന്നവനുമായ ദൈവമാണ് നമ്മുടെ പ്രാപ്തി എന്നുള്ള ഉറപ്പാണ് നമ്മുടെ ബലം. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. മോശ നേരിട്ട അടുത്ത വെല്ലുവിളി തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ തൻ്റെ ജനത്തിന് എങ്ങനെ പരിചയപ്പെടുത്തും എന്നതായിരുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ നാമം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്നവൻ ദൈവത്തോട് ചോദിച്ചു. അതിന് ദൈവത്തിൻ്റെ മറുപടി ലളിതമെങ്കിലും അത്യന്തം ഗഹനമുള്ളതായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നായിരുന്നു ദൈവത്തിൻ്റെ മറുപടി. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവം, നിത്യമായി വർത്തമാനകാലത്തിൽ ഇരിക്കുന്നവൻ തന്നെ. ദൈവത്തിൻ്റെ നാമത്തെ സംബന്ധിച്ച ഈ പ്രയോഗം ദൈവത്തിൻ്റെ നിത്യവും മാറ്റമില്ലാത്തതുമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അബ്രഹാമിന് ദൈവം എങ്ങനെയുള്ളവനായിരുന്നുവോ അങ്ങനെ തന്നെ അവൻ മോശയ്ക്കും ആയിരിക്കും എന്നുള്ള നിലയിലായിരുന്നു ദൈവം തന്നെ മോശയ്ക്ക് പരിചയപ്പെടുത്തിയത്. കർത്താവിൻ്റെ കരതലത്തെയും പ്രകൃതത്തെയും വെളിപ്പെടുത്തുന്ന അവൻ്റെ നാമങ്ങൾ വിളിച്ചപേക്ഷിച്ച് ദൈവജനം എല്ലാ കാലത്തും തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കിയിട്ടുണ്ട്. ദൈവം എൻ്റെ പരിപാലകൻ എന്നർത്ഥമുള്ള യഹോവ ഇരേ, ദൈവം എൻ്റെ സമാധാനം എന്നർത്ഥമുള്ള യഹോവ ശാലോം എന്നിങ്ങനെ ദൈവത്തിൻ്റെ ഓരോ നാമവും അവൻ തൻ്റെ ജനത്തിന് ആരാകുന്നു എന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് ആവശ്യത്തിനും ദൈവം മതിയായവനാണെന്ന് അവൻ്റെ നാമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ മറ്റുള്ളവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തും എന്ന് നാം മോശയെപ്പോലെ ആശങ്കപ്പെടുന്നുവെങ്കിൽ ഞാനാകുന്നവൻ ആയ കാലാതീതനായ ദൈവം എന്നുള്ള നിലയിൽ തന്നെയാണ് നാമും ദൈവത്തെ പരിചയപ്പെടുത്തേണ്ടത്. വ്യക്തമായ മറുപടി ലഭിച്ചിട്ടും ദൈവവിളിക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ മോശയുടെ സംശയ വിചാരങ്ങൾ അവനെ അനുവദിക്കുന്നതായി കാണുന്നില്ല. അവൻ പിന്നെയും ഇസ്രായേൽ മക്കൾ തന്നെ വിശ്വസിക്കാതെയും തൻ്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാലോ എന്നവൻ ദൈവത്തോട് ചോദിച്ചു. അതിന് ദൈവം
അവർ നിന്റെ വാക്ക് കേൾക്കും എന്ന് അവനോട് ഇടപെട്ട സമയത്ത് തന്നെ നൽകിയ ഉറപ്പിനെ ഉറപ്പിച്ചുണർത്തി. കൂടാതെ മോശെ ഉറപ്പിക്കുവാൻ ദൈവം ഇത്തരുണത്തിൽ അവന് 3 അത്ഭുത അടയാളങ്ങൾ കൂടി നൽകി. അവൻ്റെ വടി സർപ്പമായി തീർന്നു, പിന്നെ അത് തിരികെ വടിയായി മാറി. അവൻ്റെ കൈ കുഷ്ഠമുള്ളതായി തുടർന്ന് സുഖപ്പെടുന്നു. നൈൽ നദിയിലെ ജലം രക്തമായി മാറുന്നു. പ്രകൃതിയുടെ മീതെയും സകല ചരാചരങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ അടയാളങ്ങൾ. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുവാൻ മാത്രമായിരുന്നില്ല ഈ അടയാളങ്ങൾ, മറിച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള മോശയുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരെ വേലയ്ക്കായി പറഞ്ഞയച്ചപ്പോൾ തൻ്റെ നാമത്തിൽ പാപമോചനം പ്രസംഗിക്കുവാനും അടയാളങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള അധികാരം അവർക്ക് നൽകിയിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്നാണ് തങ്ങൾ ദൗത്യം പ്രാപിച്ചിരിക്കുന്നതെന്ന് ഈ അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്തി. യേശുക്രിസ്തു ദൈവപുത്രനായി പുനരുത്ഥാനം ചെയ്തു എന്ന് അവരുടെ സാക്ഷ്യത്തിന് അവർ ചെയ്ത ഈ അടയാളങ്ങൾ വിശ്വാസ്യത പകർന്നു. ദൈവത്തിൻ്റെ വെളിയോടുകൂടി എപ്പോഴും അതിനാവശ്യമായ ദൈവിക കരുതലുകളും ഉണ്ടാകും. എന്നാൽ മോശ ദൈവവിളി അനുസരിക്കുവാൻ അപ്പോഴും മടിച്ചു നിന്നു. ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്നവൻ ഒഴിവൊഴിവ് പറഞ്ഞു. തൻ്റെ ഈ കുറവ് തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് തടസ്സമാകുമോ എന്ന് മോശ ഭയപ്പെട്ടു. അതിന് മറുപടിയായി മനുഷ്യന് വായും വാക്കും കൊടുത്തത് താനാണെന്ന് ദൈവം മോശയെ ഓർമ്മിപ്പിച്ചു. ദൈവിക സന്ദേശം കൈമാറുന്നതിനുള്ള ഉചിതമായ വാക്കുകൾ മോശയ്ക്ക് നൽകുവാൻ നിശ്ചയമായും ദൈവം മതിയാകുന്നവനായിരുന്നു. ദൈവിക പദ്ധതികൾ നിർവഹിക്കുവാൻ ദൈവം വിളിക്കുന്നവരെ അവൻ ഒരുക്കുകയും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതായി നാം തിരുവെഴുത്തുകളിൽ ഉടനീളം കാണുന്നു. നോഹയോട് പെട്ടകം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ രൂപകൽപ്പനയും സാമഗ്രികളും മാത്രമല്ല, അത് നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ദൈവം അവനും അവൻ്റെ പുത്രന്മാർക്കും നൽകിയല്ലോ. അതുപോലെ തന്നെ ദേവാലയത്തെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി എപ്രകാരം എന്ന് ദൈവം ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു. പെന്തക്കോസ്ത് നാളിൽ ജനത്തോട് പ്രസംഗിക്കേണ്ടതിന് പത്രോസിന് ദൈവം ധൈര്യവും ജ്ഞാനവും നൽകി അവനെ പ്രാപ്തനാക്കി. ഒടുവിലായി മോശ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒഴിയുവാൻ ഒരവസാന വട്ടശ്രമം കൂടി നടത്തി. മറ്റാരെയെങ്കിലും അയക്കണമേ എന്നതായിരുന്നു ദൈവത്തോടുള്ള അവൻ്റെ അപേക്ഷ. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവൻ്റെ നേരെ ജ്വലിച്ചു. ആ അപേക്ഷ തൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള വിനയഭാവത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നില്ല, പ്രത്യുത ദൈവവിളിയോടുള്ള തുറന്ന മറുതലിപ്പിൽ നിന്നായിരുന്നു. എങ്കിലും അതിനും ദൈവം പരിഹാരം വരുത്തി. ഫറവോന്റെ മുമ്പാകെ മോശയുടെ വക്താവായി ദൈവം അഹ്റോനെ നിയമിച്ചു. എന്നാൽ പിന്നീട് തിരുവെഴുത്തിലെ വിവരണം പരിശോധിക്കുമ്പോൾ ഫറവോനോട് നേരിട്ട് സംസാരിച്ചതും ജനത്തെ നയിച്ചതും മോശ തന്നെയാണെന്ന് കാണുവാൻ കഴിയും. ആത്യന്തികമായി അവൻ തന്നെ ആ ദൗത്യം നിർവഹിക്കുന്നതിന് സജ്ജനായി. തിരുവെഴുത്തുകളിൽ നാം കാണുന്ന അനേക ദേവദാസന്മാരും തങ്ങളുടെ വിളിയുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള വിമുഖത പ്രകടിപ്പിച്ചവരാണ്. ഗിദെയോൻ, ബാരാക്ക്, യിരെമ്യാവ് എന്നിവർ അതിന് ഉദാഹരണങ്ങളാകുന്നു. എന്നാൽ ഇപ്രകാരമുള്ള ഓരോ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ പ്രതികരണം ഞാൻ നിന്നോടുകൂടി ഇരിക്കും എന്ന് തന്നെയായിരുന്നു. വിശ്വാസം എന്നത് ദൈവം ഉണ്ടെന്ന് ഏറ്റുപറയുന്നതിൽ തീരുന്ന കാര്യമല്ല. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ച് അവൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ദൈവവിളി നമ്മുടെ പ്രാപ്തിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നും നേരെ മറിച്ച് അത് ദൈവത്തിൻ്റെ കഴിവിലും പ്രാപ്തിയിലും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് തിരിച്ചറിയുന്നതാണ് വിശ്വാസത്തിൻ്റെ മൂല്യം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ, ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. 2 കൊരിന്ത്യർ 3:5 മോശയോട് ദൈവം കാണിച്ച ദീർഘക്ഷമയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയായിരിക്കും നമ്മുടെ സംശയങ്ങളോടും ബലഹീനതകളോടും ദൈവം ഇടപെടുന്ന രീതി. നമ്മുടെ വിമുഖതയും തടസ്സവാദങ്ങളും എത്ര തന്നെ ആയാലും നാം ദൈവവിളിക്ക് കീഴടങ്ങുവാൻ ബാധ്യസ്ഥരാണെന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ ഉപയോഗിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിക്കുന്നതല്ല വിനയം. നാം നമ്മുടെ പോരായ്മകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്നുള്ള നമ്മുടെ ഒളിച്ചോട്ടത്തിന് ഒരു മറയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം യെശയ്യാവ് ദർശിച്ചപ്പോൾ
തൻ്റെ കുറവിനെക്കുറിച്ചുള്ള ബോധ്യം തനിക്ക് വന്നെങ്കിലും അവൻ ദൈവവിളിയോട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്നായിരുന്നു പ്രതികരിച്ചത്. ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യരായവരെ വിളിക്കുകയല്ല, പ്രത്യുത വിളിക്കുന്നവരെ അവൻ യോഗ്യരാക്കുകയാണ് ചെയ്യുന്നത്. ദൈവീക ഉദ്ദേശത്തിനായി കർത്താവ് നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ യാതൊരുവിധ ഭയമോ സംശയമോ നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. ഒരുവിധ ഒഴിവഴിവുകളും അവൻ്റെ വിളിയെ നിരസിക്കുന്നതിന് തടസ്സമാകരുത്. ദൈവത്തിൻ്റെ നാമം ഞാൻ ആകുന്നവൻ എന്നാകുന്നു. അവൻ്റെ സാന്നിധ്യം നമുക്ക് സകലത്തിനും മതിയായതാകുന്നു. ആകയാൽ നമ്മുടെ ആശങ്കകൾ അനുസരണക്കേടിനുള്ള ന്യായീകരണമാക്കാതെ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ അടിയൻ ഇതാ എന്ന് പറഞ്ഞ ദൈവവിളിയോട് പ്രതികരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവൻ